നെയും ഗ്രാനിനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ കഴിച്ചിട്ടില്ല, നമ്മൾ കളിച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നു. ഗ്രാനിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊന്ന് റിവെഞ്ച് എടുക്കാൻ പോകുന്നത് കഴിച്ചു. അപ്പോൾ എല്ലാവരുടെയും പുതിയൊരു ഗ്രാനിയുടെ വീട്ടിലേക്ക് സ്വാഗതം കഴിച്ച്. ആരും കണ്ടിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു, എന്നാലും ഒന്നുകൂടെ പറയുന്നു. ഓഫ് മോട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പ്രോ പ്ലെയർ ആയിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര കുഴപ്പമൊന്നുമില്ല. എന്താ ഇത് ഇപ്പം ഗ്രാനി വരും, അതിനുവേണ്ടിയാണ് ഞാൻ വിട്ടത്. സൗണ്ടൊന്നും കേൾക്കുന്നു. ഗൈസ് അപ്പോൾ ചെറുതായിട്ടൊന്നും അതുകൊണ്ട് എത്താറുണ്ട്. അതിനും കാര്യമൊക്കെ പിന്നെ നമ്മൾ മുന്നേറിയാണ് ഗൈസ്. വേണ്ട ബഗ്ഗൊന്നും അടിപ്പിക്കില്ല. ഗ്രാനിത്തുള്ളതിൽ നിന്ന് നമ്മൾ അടിച്ചു കൊല്ലും ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ അടികൊണ്ടി കത്ത് കഴിച്ചു. ഈ ഗ്രാനിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, എന്താ പറ്റിയ അറിയാം. അപ്പോൾ നമ്മൾ ഡേ 3യിലേക്കാണ് കേസ് വരുന്നത്. ഡേ 3 നമ്മളെ ഗ്രാൻഡ് ബീറ്റ് ചെയ്തിരിക്കും. ബീറ്റ് ചെയ്യാൻ നമ്മൾ ഈ കളി നിർത്തത്തില്ല, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ എക്സ്ട്രീം മൂഡല്ല, ഹാർഡ് മൂഡല്ല, നോർമലാണ് കേസ് ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പ്രോ പ്ലെയർ ആവുകയാണ് ഗൈസ്. ഞാനപ്പോൾ പുറകെ കൂടി വന്നുകൊണ്ട് അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ പറ്റിയാൽ നമുക്കറിയാം. അവനെ കണ്ട് വീട്ടിലേക്ക് ലാസ്റ്റാക്കി കിട്ടി. അപ്പം അവളിറങ്ങി വരട്ടെ, അത്രയ്ക്ക് ഞാൻ ഇങ്ങോട്ട് പോകണ്ടേ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മെയിൻ ഡോറല്ല, സ്റ്റീവേജ് അടിയിട്ട മറ്റേ എന്താണ് സ്പൈഡറിൻ്റെ ഷോട്ട് വേണമെങ്കിൽ സംഭവം എസ്കേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓടി കോടൊന്നും വേണ്ട. ഇല്ലാത്തൊരു ഉണ്ട് ഗൈസ്. അപ്പം അതിനൊക്കെ തള്ളച്ചെന്തേ എടി തള്ളച്ചിനെ പിടിച്ചിരിക്കും ഗൈസ്. ഇവിടെ നിന്ന് എപ്പോഴും ഇതാണല്ലോ. നമ്മൾ ഐ പി കളി കളിച്ചുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ഇനി 1 മിനിറ്റത്തേക്ക് പേടിക്കണ്ട ഗൈസ്. ഈ ഫോൺ ചെറിയ വെട്ടത്തിൻ്റെ പ്രോബ്ലം. ഓടി കിട്ടിക്കളെ അയാളെ തെറിക്കണ്ട കാണാൻ രസമായിരുന്നു. സ്പാർക്ക് പ്ലഗ് ഇതിൻ്റെ നമുക്ക് ആവശ്യം പോലും ഇല്ല. അപ്പം നമുക്ക് ഫസ്റ്റ് കിട്ടും ഗൈസ്. ഈ അപ്പാപ്പനെ കണ്ട് ഞാൻ ചെറുതായിട്ട് മേടിച്ചു പോയി ഗൈസ്.
ക്രിസ്മസ് അപ്പാപ്പൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു. പിടിച്ചിരിക്കും. ഇപ്പൊ ഗ്രാനി വരാൻ സമയമായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഗ്രാനി ചത്തട്ടിൽ ഗ്രാനി ഒരുമിച്ച് കഴിയുമ്പോൾ വരും. അപ്പോഴേക്കും നമ്മൾക്ക് ഇനി പോയി സാധനമൊക്കെ സെറ്റാക്കണം. ഇത് വെച്ച് അവിടെ വലിയ ഉപകാരം ഉണ്ടോ നോക്കാം. അപ്പോൾ ചുമ്മാ നിങ്ങൾ വീഡിയോ കാണാൻ ഇത്രയും നേരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഗൈസ്. കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട, വേറെ കാര്യം. ഗ്രാനിയുടെ മോന്തൊക്കെ പെപ്പർ സ്പ്രേ അടിച്ച് പിടിപ്പിക്കണം. വിച്ച് ഹാൻഡിൽ എന്തിനാന്ന് മനസ്സിലായല്ലോ ഗൈസ്. ഈ സംഭവത്തിനാണ് വിച്ച് ഹാൻഡിൽ കറക്കാൻ വേണ്ടിയാണ് ഗൈസ്. ഈ മണ്ടൻ അതുപോലും മര്യാദക്കറിയത്തില്ല ഗൈസ്. കറക്കാൻ വേണ്ടിയാണ് ഗുയിസ്. ഹാമർ ആയിരിക്കും, അല്ലെ പ്ലേയേഴ്സ് ആയിരിക്കും. ആവശ്യമില്ല ഗൈസ്. നമുക്ക് കാർ എസ്കേപ്പ് അടിക്കുക. നമ്മളെ കാർ എസ്കേപ്പ് അല്ല, നമ്മൾ ഷിവേജ് എസ്കേപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 8 ആളുടെ സ്ഥലത്തോട്ട് ആ സമയമാണെന്ന് തോന്നുന്നു. വേറെ ഒന്നും എനിക്കിവിടെ ആവശ്യമുള്ളത് കിട്ടിയിട്ടില്ല. ഗ്രാനി വരുന്നില്ല, ഇവിടുന്ന് വന്നെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ക്രിസ്മസ് ട്രീ കറങ്ങിയാളെ പഠിച്ചപ്പോ കറക്കി അടിക്കണമല്ലോ തല നോക്കി. ഇനി ഗ്രാനിന്റെ റിവെഞ്ച് ആണ് നമ്മൾ എടുക്കാൻ പോണത്. മറ്റേ ഗൈസ് ഇന്ന് അവളെ റിവെഞ്ച് എടുക്കും ഗൈസ്. റിവെഞ്ച് എന്ന് പറഞ്ഞാൽ റിവെഞ്ച്. അവളെ പൂട്ടിയിടാൻ പോവാണ് ഞാൻ അടിയിൽ. അവളെ അടി പൂട്ടിയിടാം. അവളെ മറ്റേ നോക്കട്ടെ പൂട്ടിയിടാൻ പറ്റുമോ നോക്കട്ടെ. പൂട്ടിയിടാൻ അയ്യോ അവളെ പൂട്ടിയിടാം. അതൊക്കെ പിന്നില്ല, അതൊക്കെ അത്യാവശ്യമാണ് വേണ്ടി. ബാ ഇവള് വരും, ഇപ്പൊ വരും. നേരത്തെ പോലെ പെടല്ലേ. കണ്ടു നമ്മളെ അങ്ങോട്ടില്ല. അവള് തുറക്ക് വീഴുന്ന കളയണായിരുന്നു. ഡോജിങ് സ്കിൽസ്. അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. ഒരു ഡേ എക്സ്ട്രാ കിട്ടിയതാണോന്ന് അറിയാൻ പാടില്ല. എന്നാലും നോക്കട്ടെ. ഇന്ന് നമുക്ക് അവളെ പൂട്ടിയിടും ഞാൻ, ഉറപ്പ്. എന്താ 5ാമത്തെ ദിവസം? 5ാമത്തെ ദിവസം. ഡേ 4 വരെ ഉണ്ടായിരുന്നു. 6 ദിവസം വരെ ഉണ്ട്. ഇല്ല ലാസ്റ്റ് ഡേ. ലാസ്റ്റ് ഡേ എഴുതി കാണിച്ച് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ അവളെ പൂട്ടിയിടും. ബഗ്ഗും ഒന്നും വേണ്ട നമുക്ക്. ചാവത്തില്ലെന്ന് വെച്ചാണെങ്കിൽ പറഞ്ഞിട്ട് ചാവത്തില്ല. ഗൈസ് ഗ്രാനിക്കുന്നതൊക്കെ ഭയങ്കര സ്പീഡാണ് ഗൈസ്. എന്താ പറയാനുള്ള എവിടെ ഇത്ര നേരത്തെ എഴുതി വന്നില്ലേ എടി. ഇപ്പഴാണ്ട് അവളെ എരയാൻ തുടങ്ങിയത് മണ്ടി. ഏരാ പെട്ടെന്നല്ല എരേടി ഇങ്ങോട്ട് എരാ അങ്ങോട്ട്. കഴിച്ച് ഇവളുടെ നമുക്ക് സ്പൈഡർക്ക് കിട്ടും കഴിച്ചു. അതെടുത്തിട്ടാണ് നമ്മളിപ്പോൾ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത്. ഗ്രാനി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഐക്യപരമായ കളി കളിച്ചതാണ് ഇപ്പോൾ. ബഗ്ഗാത്തില്ല ഇപ്പം. പുതിയ അപ്ഡേറ്റിൽ ബഗ് മാറ്റി ഗൈസ്. മറ്റേ ബെറ്റുണ്ട്. നീ ഇപ്പം കാണിക്കണ്ട. ഇപ്പം ഈ കളി ജയിക്കാൻ പോയി ഗൈസ്. അപ്പോൾ പിന്നെ വന്നവള് പൊടി ഞാനിത്തല്ലേ മാറിപ്പോ. തള്ളച്ചി എടി തള്ളച്ചി നമ്മുടെ ഫാനാണ് ഗൈസ്. എപ്പോൾ നോക്കിയാലും നമ്മുടെ അടുത്തോട്ട് തന്നെ വന്നോണ്ടിരിക്കും. അവിടെ നിൽക്കാളെ പൊട്ട ഇവിടെ നമുക്ക് ഈ കളി തോറ്റു കൊടുത്താലേ. അവർക്ക് വേണ്ടി മാത്രം തോറ്റു കൊടുക്കാം. ഗ്രാനി തള്ളച്ചിക്ക് വേണ്ടി മാത്രം. മണ്ടി തള്ള
ഗൈസ് ഇപ്പം ഗ്രാനി ഓടിപ്പടച്ച് അടിയിലോട്ട് വരും. അതിന് പിന്നെ നമുക്ക് നൈസായിട്ട് അടിയിലോട്ട് ചാടാം. ഗൈസ് ഇതൊക്കെ അവൾ മറിച്ചിട്ട് ഗൈസ് എന്നെ അടിച്ചപ്പോൾ അയ്യോ അയ്യോ എടാ കോടെന്ത് വരുന്നു? ആ എടാ പോടാ മണ്ട. കോഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ചുമ്മാ ലക്ക് എനിക്ക് ഭയങ്കര ലക്കാന്നല്ല അറിയാലോ നമുക്ക്. ഗൈസ് ഇവിടുന്ന് മറ്റേ രക്ഷപ്പെടാനുള്ള കട്ടർ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മൾ സൂര്യ എസ്കേപ്പാണ് ഗൈസ് നീങ്ങുന്നത്. കോടാക്കാണ് നമ്മളെ മറ്റേ എട്ടുകാരുള്ള വായിക്കട്ടതിനെ തീർന്നു. വേറെ ഞാൻ പറ്റില്ല. എന്നാലും ഗൈസ് ഒരു ഗണ്ടാട്ട് കിടപ്പുണ്ട്. കുറച്ചും കൂടി അപ്പോൾ ഇതൊരു വോക്ക് ആയിട്ടാണ് ഇപ്പം നമ്മളെ ചെയ്യുന്നത്. അതിന് ഭയങ്കര സ്പീഡാണ് ഇപ്പം. ഗൈസ് അതിനും കൊമ്പുണ്ട് ഗൈസ്. അതിപ്പോൾ ബിയറായെന്നാണ് ഗൈസ് തോന്നുന്നത്. ഇതാ ഗൈസ് ഇത് കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് അത് ഒന്നാണ്. കാരണം ഐ ആം ലക്കി. ഐ ആം വെരി മച്ച് ലക്കി യുനോ ഗൈസ്. നമ്മുടെ ലക്ക് കൊണ്ട് മാത്രം നമുക്കൊരു പ്ലെയർ കിട്ടി. പ്ലേസ് കൊണ്ട് ഇനി എന്ത് ചെയ്യാനാ? ലൈക്ക് ചെയ്യാതെ അത് ഓടി വന്നാലേ നോക്കി നിൽക്കത്തേ ഉള്ളൂ. ഇനി ഗൈസ് അതിനെ നമ്മൾ കണ്ടു ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. എൻ്റെ രീതി ഗൈസ് ഇവിടെയാണ് ഗൈസ് നമ്മൾ ചെയിൻ കട്ടർ വേണമെന്ന് എനിക്ക് ഉറപ്പില്ല. ചെയിൻ കട്ടർ വേണം ഗൈസ്. ഇത് വെച്ച് പൊട്ടിക്കാൻ പറ്റില്ല. ലേബർ റെസ്റ്റി പാഡ്ലോക്ക് നമുക്ക് അവിടെ നടക്കാം. പിന്നെ സ്ക്രൂ ഡ്രൈവറിനും വേണം ഗൈസ്. അപ്പോൾ ഇങ്ങോട്ട് എത്തിയല്ലോ വരും. അത്രയ്ക്ക് എളുപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് പണിയായിട്ടുണ്ട്. നമ്മളെ പിടിച്ച് തിരിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഡേയും കൂടെ കിട്ടി നമ്മളെ തിരിച്ചു പിടിക്കുക എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഗ്രാനി നമ്മളെ വറുത്തെടുക്കും. നമ്മൾ സെൻട്രലിനിടാൻ മുറി നിൽക്കുക. എന്നാ പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഇവിടെ. ഹലോ ഗൈസ് ഗ്രാനിക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്താടി ആ ഗൈസ് ഗ്രാനി പ്ലസ്. അപ്പം ശരി ഗൈസ്, നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ.